റൊമാരിയോ ഷെപ്പേർഡ് എറിഞ്ഞ ആ ഒരു ഓവർ മാത്രം മാറ്റി വെച്ചുകൊണ്ട് ബാക്കിയുള്ള ബൗളേഴ്സിന്റെ പെർഫോമൻസ് നോക്കിക്കഴിഞ്ഞാൽ എല്ലാവരും ഗംഭീരമായിട്ട് തന്നെ ബോൾ ചെയ്തിട്ടുണ്ടായിരുന്നു RCB ബൗളിംഗ് യൂണിറ്റ് എന്ന്. കാരണം റൊമാരിയോ ഷെപ്പേർഡ് ഒരു ഓവറാണ് ബോൾ ചെയ്തിട്ടുണ്ടെങ്കിൽ 15 റൺസ് കൊടുത്തിട്ടുണ്ടായിരുന്നു, വിക്കറ്റ് ഒന്നും കിട്ടിയിട്ടുണ്ടായിരുന്നില്ല. പക്ഷെ ബാക്കി എല്ലാവരും ആ ഒരു 10 എക്കണോമിയിലെ താഴെ തന്നെയായിരുന്നു ബോൾ എറിഞ്ഞിട്ടുണ്ടായിരുന്നത്. ഇതിൽ ഏറ്റവും നന്നായിട്ട് ബോൾ എറിഞ്ഞത് കൃണാൽ പാണ്ഡ്യ ആയിരുന്നു. 3 ഓവർ 3 ബോൾ ചെയ്ത സമയത്ത് 16 റൺസ് വിട്ടുകൊടുത്ത് 2 വിക്കറ്റ് എടുത്തിട്ടുണ്ട്. എന്നാലേ റസിക് സലാം എറിഞ്ഞ ഫസ്റ്റ് ഓവർ ഉണ്ടല്ലോ, അത് ആളുടെ ബൗളിംഗ് സ്പെല്ലിൽ തന്നെ ഏറ്റവും ഇമ്പാക്ട് ഏറിയ ബൗളിംഗ് ഓവർ ആയിരുന്നു കേട്ടോ. കാരണം ഫസ്റ്റ് ഓവറിൽ തന്നെ 2 വിക്കറ്റ് എടുക്കുക, അതും മെയ്ഡ് ഇൻ ഓവറിൽ. ടോട്ടൽ ആൾ ബോൾ ചെയ്ത സമയത്ത് 3 ഓവറിൽ 24 റൺസ് കൊടുത്ത് 2 വിക്കറ്റ് എടുത്തിട്ടുണ്ടായിരുന്നു. ലീഡിംഗ് വിക്കറ്റ് ടേക്കർ നമ്മുടെ ജേക്കബ് ഡഫി ആണ് കേട്ടോ. 4 ഓവറിൽ 39 റൺസ് കൊടുത്ത് 3 വിക്കറ്റ് എടുത്തിട്ടുണ്ടായിരുന്നു. അതേപോലെ തന്നെ നമ്മുടെ ഹേസൽവുഡും 4 ഓവറിൽ 39 റൺസാണ് കൊടുത്തത്, പക്ഷേ 1 വിക്കറ്റ് നേടാനായിട്ടുണ്ട്. RCBയുടെ സ്റ്റാർ ബൗളർ ഭുവനേശ്വർ കുമാർ 4 ഓവറിൽ 28 റൺസ് കൊടുത്തിട്ട് 2 വിക്കറ്റ് എടുത്തിട്ടുണ്ടായിരുന്നു. ശരിക്കും ഒരു ചാമ്പ്യൻ ടീം എങ്ങനെയാണ് കളിക്കേണ്ടത് എന്നുള്ളത് ഇന്നലെ RCB കാണിച്ചു തന്നു. കാരണം കഴിഞ്ഞ സീസണിൽ ഓൾറെഡി ചാമ്പ്യൻ ആയവരാണ്. അപ്പോൾ ഈ ഒരു സീസണിലും അവരുടെ ആ ഒരു ക്വാളിറ്റി കാണിക്കണമല്ലോ. ആ ഒരു ക്വാളിറ്റി കാണിച്ചിട്ടുള്ള ഒരു ക്വാളിഫയർ മാച്ച് ആയിരുന്നു ഇന്നലെ ഉണ്ടായിരുന്നത്. ഇന്നലെ RCB ഫൈനലിൽ എത്തിയോടുകൂടി ഒരു റെക്കോർഡും കൂടി പറഞ്ഞിരിക്കുകയാണ്. കാരണം കൺസിസ്റ്റന്റ് ആയിട്ട് രണ്ടാമത്തെ സീസണിൽ ഫൈനലിൽ എത്തുക എന്നുള്ളത്, അതും കഴിഞ്ഞ തവണ ചാമ്പ്യൻ ആയിട്ടുള്ളത് ഇത്തവണ അഗെയിൻ ഫൈനലിലെത്തി. അത് കൂടാണ്ട് തന്നെ ഇതിനു മുന്നേ ഒരു പ്രാവശ്യം കൂടി RCB ഫൈനലിൽ എത്തിയോടുകൊണ്ട് തന്നെ ഇത് 3ാമത്തെ തവണയാണ് RCB ഫൈനലിൽ എത്തുന്നത്. ഇതുപോലെ CSKയും അതുപോലെ മുംബൈ ഇന്ത്യൻസും 3 തവണ ഫൈനലിൽ എത്തിയിട്ടുണ്ടായിരുന്നു. അതിൽ 2 തവണ കപ്പടിച്ചിട്ടുണ്ട്. അതും ആ 2 തവണ കപ്പടിച്ചത് കൺസിസ്റ്റന്റ് ആയിട്ടാണ്. ആ ഒരു റെക്കോർഡ് നമ്മുടെ RCBക്കും ഇത്തവണ കിട്ടുന്ന പോലെയുണ്ട്. കാരണം അതുപോലെയാണ് അവർ കളിക്കുന്നത്. RCBയുടെ തുടക്കം തന്നെ വെടിക്കെട്ടായിരുന്നു. വെങ്കടേഷ് അയ്യർ വിരാട് കോഹ്ലി കോംബോ, ലെഫ്റ്റ് ആൻഡ് റൈറ്റ് കോംബോ, അവർ ഗംഭീരമായിട്ട് തന്നെ. കാരണം ഇതിനു മുന്നേ ഒരു കോമ്പിനേഷൻ പരീക്ഷിച്ച് നോക്കിയ സമയത്ത് കോഹ്ലി ഫിൽ സോൾട്ട് അത്യാവശ്യം നല്ലൊരു കോമ്പിനേഷൻ ആയിരുന്നു. പക്ഷേ കോഹ്ലി ജേക്കബ് ബദൽ കോമ്പിനേഷൻ ട്രൈ അടിച്ച സമയത്ത് അത്ര വലിയൊരു സക്സസ് ആയിരുന്നില്ല. കാരണം ജേക്കബ് ബദലിന്റെ ആ ഒരു സ്ട്രൈക്ക് റേറ്റും കാര്യങ്ങളൊന്നും വലിയ രീതിയിൽ പോകുന്നുണ്ടായിരുന്നില്ല. പക്ഷേ വെങ്കടേഷ് അയ്യറിനൊന്ന് ടോപ്പ് ഓർഡറിൽ ചാൻസ് കൊടുത്ത സമയത്ത് ആൾ നന്നായിട്ട് തന്നെ പ്രകടനം കാഴ്ചവെച്ചുകൊണ്ട് തന്നെ ഇപ്പോൾ ആൾക്ക് ആ ഒരു ഓപ്പണിംഗ് സ്ലോട്ടും കൂടി കിട്ടിയതിന് ശേഷം ആ ലെഫ്റ്റി റൈറ്റി കോംബോ ഗംഭീരമായിട്ട് തന്നെ അവർ ഇപ്പോൾ കഴിഞ്ഞ 3-4 മാച്ചസിലായിട്ട് കാണാൻ വേണ്ടി പറ്റുന്നുണ്ട്. അത് ഇന്നലെയും കാണാൻ സാധിച്ചു. 7 ബോളിൽ 19 റൺസാണ് വെങ്കടേഷ് അയ്യർ എടുത്തിട്ടുണ്ടായിരുന്നത്. 3 4ഉം 1 6 അടിച്ച് 271 ആളുടെ സ്ട്രൈക്ക് റേറ്റ്. രാജാവും ഒട്ടും കുറവിലായിരുന്നില്ല. കാരണം 25 ബോളിൽ 43 റൺസാണ് ആൾ എടുത്തിട്ടുണ്ടായിരുന്നത്. 5 4ഉം 1 6 അടിച്ച് 172 ആയിരുന്നു ആളുടെ സ്ട്രൈക്ക് റേറ്റ്. 19 ബോളിൽ 30 റൺസ് അടിച്ചിട്ട് 5 4 അടിച്ചുകൊണ്ട് 150 മേലെ സ്ട്രൈക്ക് റേറ്റ് വെച്ചുകൊണ്ട് നമ്മുടെ ദേവദത്ത് പടിക്കലും നല്ലൊരു കട്ട സപ്പോർട്ട് കിങ് കോഹ്ലിക്ക് കൊടുത്തു. 94-ന് 3 എന്നുള്ളൊരു അവസ്ഥയിൽ നിന്ന്, അതായത് നല്ല രീതിയിലുള്ള ഒരു സ്കോർ തന്നെയാണ് പോയിക്കൊണ്ടിരുന്നത്. പക്ഷെ എന്നാലും 94-ല് 3 വിക്കറ്റ് പോയൊരു സ്റ്റേജിൽ നിന്ന് പിന്നീട് അങ്ങോട്ട് 189 ആകുന്നവരെ ആ ഒരു കിടിലൻ പാർട്ട്ണർഷിപ്പ് രജത് പാട്ടിദാറും അതുപോലെ കൃണാൽ പാണ്ഡ്യയും രണ്ടുപേരും കൂടി ചേർന്ന് എഗെയിൻ ഒരു ലെഫ്റ്റി റൈറ്റി കോംബോ അവിടെ കാണാൻ വേണ്ടി പറ്റി. രണ്ടുപേരും തലങ്ങും വിലങ്ങും അടിക്കുന്നുണ്ടായിരുന്നു. അതിൽ പ്രത്യേകിച്ച് നമ്മുടെ രജത് പാട്ടിദാർ 2 അവസരങ്ങളാണ് ശരിക്കും ഇന്നലെ GT ഫീൽഡേഴ്സിന് കൊടുത്തത്. പക്ഷെ അവർ ആ 2 അവസരവും നഷ്ടപ്പെടുത്തിയോടുകൂടി തന്നെ പിന്നെ ബോളുകളൊന്നും ഗ്രൗണ്ട് ഷോട്ട് ആയിട്ട് പോയിട്ടേ ഇല്ല. ഫുൾ സിക്സസ് തന്നെയായിരുന്നു കേട്ടോ. 33 ബോളിൽ 93 റൺസാണ് നമ്മുടെ രജത് പാട്ടിദാർ അടിച്ചു കൂട്ടിയത്. 5 4ഉം 9 6ഉം ഉണ്ടായിരുന്നു. 281 ആളുടെ സ്ട്രൈക്ക് റേറ്റ്.